ജീവിത സംഘർഷ രണാങ്കണം ഉപേക്ഷിച്ചോടാതെ അവലോകനത്തിലൂടെ കുറവുകൾ നികത്തിയിടൂ, സഫലത നേടും വരെ. പരിശ്രമശാലികൾക്ക് പരാജയമൊന്നുമില്ല. പരിശ്രമം ഒരിക്കലും വെറും കൈയായി വരുന്നില്ല. പതറിപ്പോകും തോണി അക്കരെ എത്തുന്നില്ല. ഒന്നും ചെയ്യാത്തവർക്കായി ജയ് ജയ് മുഴങ്ങുന്നില്ല. കഠിനാധ്വാനിയുടെ വിജയത്തിന് തടസ്സം നിൽക്കുവാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. ജീവിത സംഘർഷ രണാങ്കണം ഉപേക്ഷിച്ചോടാതെ. ജീവിതത്തിൽ സംഘർഷങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളില്ലാത്തവരായിട്ട് ആരുമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അത് പഠിക്കുന്ന കുട്ടികളായാലും ഒരു ജോലി അന്വേഷിച്ച് നടക്കുന്ന യുവതിവാക്കളായാലും മാതാപിതാക്കളായാലും അവരുടേതായ പ്രതിസന്ധികളുണ്ട്. എല്ലാ പ്രതിസന്ധികളും ചെയ്തിട്ട് തീർന്നിട്ട് ജീവിക്കാമെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ വെറുതെയാണ്, നടക്കില്ല. അപ്പോൾ എന്ത് ചെയ്യണം? പ്രതിസന്ധികളെ അതിജീവിക്കലാണ് ജീവിതം. ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകുന്നതാണ് ജീവിതം. അപ്പോൾ ജീവിത സംഘർഷ രണാങ്കണം ഉപേക്ഷിച്ചു അവലോകനത്തിലൂടെ കുറവുകൾ നികത്തിയിടും. അവലോകനം ആവശ്യമാണ്. എവിടെയാണ് തെറ്റ് കുറവ് എന്ന് കണ്ടുപിടിച്ച് മുമ്പോട്ട് പോകാനുള്ള അവലോകനം ആവശ്യമാണ്. ഒന്നും ചെയ്യാത്തവർക്കായി ജയ് ജയ് മുഴങ്ങുന്നില്ല. പതറിയ പോത്തോണി പതറിയ വഞ്ചി അക്കരെ എത്തുന്നില്ല. ഒന്നും ചെയ്യാത്തവർക്കായി ജയ് ജയ് മുഴങ്ങുന്നില്ല. കഠിനാധ്വാനിയുടെ വിജയത്തിന് തടസ്സം നിൽക്കുവാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. കപ്പൽ സുരക്ഷിതമായി കിടക്കുന്നത് എവിടെയാണ്? തുറമുഖത്താണ്, അല്ലെങ്കിൽ ഹാർബറിലാണ്. അതവിടെ സുരക്ഷിതമായി കിടക്കാനുള്ളതാണോ? അല്ല. ഒരു കപ്പിത്താൻ വിചാരിക്കുകയാണ്, കടലിൽ ആർത്തിരമ്പി ആഞ്ഞടിച്ചു വരുന്ന തിരമാലകളും കടൽക്ഷോഭങ്ങളും കൊടുങ്കാറ്റുകളും ഒക്കെ മാറിയിട്ട് യാത്ര പുറപ്പെടാം എന്ന് ആരെങ്കിലും വിചാരിച്ചാൽ നടക്കുമോ? ഒരു കപ്പിത്താൻ വിചാരിച്ചാൽ നടക്കില്ല. കടലിൽ ആർത്തിരമ്പി ആഞ്ഞടിച്ചു വരുന്ന തിരമാലകളെയും കടൽക്ഷോഭത്തെയും അതിജീവിച്ചുകൊണ്ട് മുന്നേറുന്ന കപ്പിത്താന് മാത്രമേ ഇതിനെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തിക്കുവാൻ കഴിയൂ എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതുകൊണ്ട് ജീവിതമാകുന്ന കപ്പലിനെ യഥേഷ്ടം സുരക്ഷിതമായി മുന്നോട്ട് കൊണ്ട് പോകുവാനുള്ള ഇച്ഛാശക്തി നമുക്ക് ഓരോരുത്തർക്കും നൽകുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.